മരിച്ചവരെ പോലെ കിടക്കുകയായിരുന്നു കുറച്ച് പട്ടാളക്കാർ. അപ്പോഴാണ് ശത്രുക്കൾ ടാങ്കുകളുമായി യുദ്ധക്കളം ശുചീകരിക്കാനെത്തിയത്. ആരും ജീവനോടെ ഇല്ലെന്ന് ഉറപ്പുവരുത്താനായിരുന്നു അവരുടെ ശ്രമം. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു സൈനികൻ ആരും അറിയാതെ ഒരു തോക്കെടുത്തു. അടുത്ത് കണ്ട ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥനെ ലക്ഷ്യം വെക്കുമ്പോഴാണ് ഒരു ശബ്ദം അവനെ തടഞ്ഞത്. മരിച്ചതായി അഭിനയിച്ച മറ്റൊരു സൈനികനായിരുന്നു അത്. കണ്ണട വെച്ച അയാളെ കണ്ടപ്പോൾ തോക്കുപയോഗിക്കാൻ വലിയ നിശ്ചയമില്ലാത്ത ഒരു കമ്മീഷണറായിരിക്കുമെന്ന് സൈനികന് തോന്നി. അതുകൊണ്ട് താൻ വെടിവെക്കാമെന്ന് അയാൾ മുന്നോട്ടു വന്നു. ആയുധം വാങ്ങി കയ്യിലുണ്ടായിരുന്ന 5 തിരകൾ അതിൽ നിറച്ചു. ഒരു സ്ഫോടന ശബ്ദത്തിനൊപ്പം ഒരു ഓടയുടെ ദ്വാരത്തിലൂടെ ആ ജർമ്മൻ ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് തന്നെ വെടിയുതിർത്തു. പിന്നാലെ രണ്ടാമത്തെ വെടിയും തലയ്ക്ക് തന്നെ. അസാമാന്യമായ കൃത്യത. ഇത് കണ്ട് സംശയം തോന്നിയ ഒരു കാവൽക്കാരൻ അടുത്തുവന്നു. ഒട്ടും മടിക്കാതെ സൈനികൻ മൂന്നാമത്തെ വെടിയും ഉതിർത്തു. നാലാമത്തെ വെടി ഒരു ഗ്രനേഡ് എറിയാൻ ഒരുങ്ങുകയായിരുന്ന കാവൽക്കാരന്റെ തലയിൽ തന്നെ തറച്ചു. അവസാനത്തെ ജർമ്മൻ സൈനികന് അപകടം മനസ്സിലായി. അവൻ ഓടാൻ ശ്രമിച്ചെങ്കിലും സൈനികൻ എഴുന്നേറ്റ് അവനെയും വെടിവെച്ചിട്ടു. 5 തിരകൾ, 5 തലകൾ. ഈ മിടുക്ക് കണ്ട് കമ്മീഷണർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. തന്റെ മുന്നിൽ ഒരു യഥാർത്ഥ ഷാർപ്പ് ഷൂട്ടറെ കണ്ടപ്പോൾ അയാൾക്കൊരു ധീരമായ ആശയം തോന്നി. കമ്മീഷണർ ഈ ഷാർപ്പ് ഷൂട്ടറുടെ ധീരകഥ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അത് സോവിയറ്റ് സൈനികരുടെ മനോവീര്യം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു.